നിന്നെ ഞാൻ വെല്ലുവിളിക്കണം മോളെ. നീ പെണ്ണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ പറഞ്ഞ എന്റെ പ്രഗ്നൻസി നീ തെളിയിക്കും. എന്റെ പ്രഗ്നൻസി നീ തെളിയിച്ചാൽ നീ പെണ്ണാണെന്നില്ല, നീ ആണെങ്കിൽ നീ ആണെന്നാണ്. അതിന് വേറെ യാതൊരു സംശയം. പിന്നെ നിന്റെ കുടുംബം, നിന്റെ അമ്മായിമ്മ നിന്നിട്ടില്ല, നിന്റെ നാത്തുമാരെ നിന്നിട്ടില്ല, തൊട്ടടുത്ത മുത്തശ്ശി ഏട്ടന്റെ ഇക്കാനെ അളിയന്റെ ഏട്ടന്റെ ഭാര്യ അവരടക്കം ഇവളേക്കുമില്ല. അറിയോ ഇവളുടെ സ്വഭാവം കൊണ്ട് പറഞ്ഞല്ലോ എന്റെ അനിയത്തിമാരും കുടുംബത്തിലിരിക്കില്ല. എന്റെ അനിയത്തിമാര് തെറ്റിയിട്ട് വന്ന് വീട്ടിലാണെന്നല്ലോ. എന്റെ വീട്ടിലാവില്ല, ഞാൻ എന്റെ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ അനിയത്തിമാർ ഇപ്പോഴും കുടുംബത്തിലാണ് ഇരിക്കുന്നത്, അന്തസായി കുടുംബത്തിൽ ജീവിക്കുന്നത്. നിന്നെ പോലെ കുടുംബം തെറ്റിപ്പിരിപ്പിച്ച് അളിയനായിട്ട് അളിയന്റെ പെങ്ങന്മാരൊക്കെ തെറ്റിപ്പിരിപ്പിച്ചുണ്ടായ നിന്റെ സ്വഭാവം ഞങ്ങൾക്കില്ലടി. ഓക്കെ, ഞങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലേക്ക് 2 വർഷമായിട്ടുള്ള ഞാൻ തെറ്റിയിട്ട് അതുവരെയും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ ഒക്കെ കൂടെ വന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ വരിക, നിങ്ങൾ ഇതാക്കുമ്പോഴേക്കും ഞങ്ങൾ കൂടെ വന്നിട്ട് എനിക്കായാലും ഞാനായാലും എനിക്കൊക്കെ പിന്നെ വെറുപ്പാണ്. പിന്നെ സ്വന്തം അങ്ങനെയല്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഷാജിനെ കുറിച്ചിട്ട് ഇനി ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവായിട്ട് ഷാജിദയുടെ വീഡിയോ ചെയ്തതിന് നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ എനിക്കെതിരായിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് ഞാനിതിപ്പോൾ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, ഇനി വേണ്ട, ഇത് വിട്ടേക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്താണ് ഷാജിദ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു വിവേകത്തോടു കൂടി ഇവൾക്ക് സംസാരിച്ചുകൂടെ? എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, നാത്തോനെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വന്ന് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരിന് വന്നിട്ട് തെറി വിളിച്ചിട്ടും ഇതായിട്ടൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ ജിനൂസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഇതിന് പോയിട്ടും കമൻറ്റ് ഇട്ടുന്നത് എല്ലാവരുടെ ആരാണോ അവൾക്കെതിരെ വീഡിയോ ഇടുന്നത് അവർക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടും. 5 മക്കളുള്ള പെണ്ണിൻ്റെ കൂടെ കഴിയും, കല്യാണം തെറ്റ്, ഓഹോ എന്ത് ലോകമാടോ, നീ തെളിവ് കൊണ്ടുപോവാ, എൻ്റെ കയ്യിൽ ഫുൾ തെളിവുണ്ട്, ഓക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ 26 വയസ്സുള്ള ആളിനെ കല്യാണം കഴിച്ചതിനോ നീ അയാളുടെ കൂടെ ജീവിക്കുന്നതിനോ അയാളുടെ താലി കഴുത്തിലിട്ട് നടക്കുന്നതിനോ ഒന്നും ആരും ഇവിടെ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് നീ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടില്ല, എന്താണ് ഭർത്താവിൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടില്ല, മക്കളറിഞ്ഞിട്ടില്ല, പള്ളിക്കാരറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും അറിയാതെ ഇന്ന് കാലത്ത് ഒരു വിവാഹം കഴിക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് സംശയം. അതെനിക്ക് എന്താണ് ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പള്ളിക്കാരെന്തായാലും അറിയും. അവർ പള്ളിക്കാരെ അറിയിച്ചിട്ടാണ് കല്യാണം കഴിക്കുക. ഇത് ആരും അറിയാതെ രഹസ്യമാക്കിയിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതയില്ല. എന്തിനാണ് ഷാജിദ ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കാണിക്കുന്നത്? അതുപോലെ തന്നെ പബ്ലിക്കിന് മുമ്പിൽ നിനക്ക് ഫോൺ വിളിച്ച് പറയാനുള്ള കാര്യങ്ങളല്ല പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്തിനാ അങ്ങനെ വിളമ്പുന്നതെന്ന് മനസ്സിലായില്ല. ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ആ റംലു എന്ന് പറഞ്ഞ ആ സ്ത്രീനെ പല രീതിയിലും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാൻ റംലു എന്ന് പറയുന്ന ആളെ ന്യായീകരിക്കുമെന്നല്ല, അവർ വോയിസ് വിട്ടതും അത്തരത്തിലുള്ള വോയിസ് ആയിരുന്നു. അതാണ് ഇത്രത്തോളം സ്പ്രെഡായിട്ട് ഇത്രമാത്രം നെഗറ്റീവായിട്ട് മാറിയത്, ഷാജിദയ്ക്ക് ഇത്രയ്ക്ക് മാത്രം നെഗറ്റീവായിട്ട് മാറിയത്. പക്ഷേ അവരെ ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ നിനക്ക് നാണം കെടുത്തേണ്ട കാര്യമില്ല. നിനക്ക് നേരിട്ട് പോയി സംസാരിക്കാം. നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ പബ്ലിക്കിന് മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറയുന്നതെന്ന് മനസ്സിലായില്ല. അത് ശരിയായിട്ടുള്ള നടപടിയാണ്. നീ ആദ്യം നന്നാവും, എന്നിട്ട് ബാക്കിയുള്ളവരിനെ ഉപദേശിക്കാൻ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് സ്വയം നന്നാവാതെ മറ്റുള്ളവർ വീഡിയോ ചെയ്യണതിനുള്ള കാര്യങ്ങൾ മൊത്തം പബ്ലിക്കിന് മുമ്പിൽ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അവൾ പറഞ്ഞ വേറൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നേഹബന്ധം ആരെയും നമ്മളോട് ഇഷ്ടമാണ് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരും അവരവിടെ ഉണ്ടാവും, നമ്മൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. ഇവള് പറയുവാണ്, എന്താ പറയുക, ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ചെറുപ്പക്കാർ സ്നേഹിക്കുന്നു, എല്ലാം കഴിയുന്നു, പിന്നെ വിവാഹം കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ആ ഒരു ഗണത്തിൽപ്പെട്ടത് എന്തായാലും ശരിയായ നടപടിയല്ല. എത്രയോ ആളുകൾ, എത്രയോ പെൺകുട്ടികൾ, എത്രയോ ആൺകുട്ടികൾ വിവാഹം ഉറപ്പിച്ചിട്ട് 1 വർഷത്തോളം അവർ എന്താ പറയുക, വിവാഹം കഴിക്കാതെ പിന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ നീ ചെയ്ത തെറ്റിനും മറ്റുള്ളവരുടെ തലയ്ക്ക് എന്തിനാണ് ഇടുന്നത് മനസ്സിലായില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇതൊന്നും തോന്നുന്നത്, നീ അവനെ ഇപ്പോൾ വന്ന ചെറുക്കനെ സ്നേഹിച്ചു, എല്ലാം കഴിഞ്ഞു, എന്നിട്ട് വിവാഹം കഴിച്ചു. ഒരിക്കലും എന്താ പറയുക, ഒരു ഈ 10-27 വയസ്സുള്ള ഒരാൾ 5 മക്കളുടെ ഉമ്മാനെ കല്യാണം കഴിക്കാൻ മുതിരും എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എന്നല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും ഇത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ട്രാപ്പായിരിക്കും. അല്ലാതെ ആ ചെറുക്കൻ ഒരിക്കലും ഈ 5 വയസ്സുള്ള ഒരു 27 വയസ്സുള്ള വിവാഹം കഴിക്കാത്ത ഒരു ചെറുക്കൻ ഈ 5 മക്കളുടെ ഉമ്മയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അല്ലാതെ ഒരിക്കലും അങ്ങനെ വിവാഹം കഴിക്കാൻ യാതൊരു വഴിയില്ല. അപ്പോൾ
നീ പറയുന്ന ന്യായീകരണത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം. നീ പറയുന്നുണ്ട് കുറേ തെളിവുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് തെളിവുകൾ ഉണ്ട് എന്നാണ്? ആരും അറിയാതെ കല്യാണം കഴിച്ചതാണോ ഏറ്റവും വലിയ തെളിവ്? ആദ്യം അതിന് മാത്രം ഒരു കാരണങ്ങളും ഇല്ല എങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടൊരു വിവാഹം കഴിക്കണമായിരുന്നു. ഇത് ആരും അറിയാതെ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെയുള്ള കൊട്ടിഘോഷങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്ന് കേട്ട് നോക്കൂ. ചെക്കന്മാർക്കും കാണാൻ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന് എന്റെ കസിൻസ് തന്നെ പറയുന്നത് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാർ മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചവര് ഇന്നലെ 2 കൂടി ഉണ്ട്. 2 ആരെയും പിന്നാലെ പോവാണ്ട് നീ നോക്കിക്കോ. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പിന്നെ ആൺകുട്ടികളാണ്, അവർ ആരിനെ വലിച്ചോടുന്നാലും നോ പ്രോബ്ലം. അവരാരിനെ കൊടുന്നാലും എനിക്ക് പ്രശ്നമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നിനക്ക് പെൺകുട്ടികളാണ്, ആരെങ്കിലും കൂടെ പോവാണ്ട് നീ നോക്കും. ഇപ്പോൾ ഇവള് കല്യാണം കഴിച്ചത് പോട്ടെ, അവളുടെ കസിൻസിനെയും അവൾ പറയുന്നുണ്ട് എൻ്റെ കസിൻസൊക്കെ പ്രായമായ ആൾക്കാരെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. എന്താ പറയുക, പിന്നെ അവൾ പറയുന്നുണ്ട് മക്കളിനെ അവർ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് ഈ ഷാജി മരിച്ച അയാളുടെ പെങ്ങളും അതുപോലെ അവരൊക്കെ മക്കളുടെ നോക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവള് കൊടുത്തില്ല. എനിക്ക് 5 ആമക്കളാണ്, ആമക്കളായതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, അവർക്ക് പെൺമക്കളാണ്. അങ്ങനെ ഒരിക്കലും ജെൻഡർ തിരിച്ചു പറയേണ്ട കാര്യമില്ല ഷാജിദ. എന്താണെന്ന് ചോദിച്ചാൽ ആൺമക്കളാണ് ഇപ്പോൾ ഒരുപാടും വഴിതെറ്റി പോകുന്നത്. കഞ്ചാവ്, അത് ഇത് പെണ്ണുപിടി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാടും ആൺമക്കളാണ് വഴിതെറ്റി പോകുന്നത്. പെൺമക്കളെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പെൺമക്കളാണ്, എനിക്ക് ആമക്കളാണെന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കേണ്ട യാതൊരു കാര്യമില്ല. പെൺമക്കളിലും ഇതാവാൻ പറ്റില്ല, ആമക്കളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് എനിക്ക് ആമക്കളാണെന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കിയിട്ടും അഹങ്കാരം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് വരെ കേട്ട് നോക്കൂ. ഇപ്പോൾ ഷാജിദ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു, ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ 2ാമത് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോ ഒരു 32 വയസ്സായിട്ടുള്ളൂ, മനുഷ്യനാണ്. ഇപ്പൊ മനുഷ്യന്മാരാവുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിന്റെ വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട്, അത് നമ്മുടെ ഇപ്പോൾ എനിക്ക് 15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെൻ്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ 15 കൊല്ലം ഞാൻ എൻ്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇക്കാന്റെ കൂടെ കറങ്ങിയിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഇക്കാന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഇന്നൊരു പാർട്ട്ണറെ തേടാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനിയൊരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണം? ഇപ്പോൾ ഷാജിദ ഇവിടെ ആ ഇന്റർവ്യൂവിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഹോർമോൺ ഇതുണ്ട്, അതുകൊണ്ട് ഹോർമോണിൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് എനിക്ക് വികാരം അടക്കി പിടിക്കാൻ പറ്റില്ല. ഭർത്താവ് മരിച്ച 1 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പാടില്ലേ? വിവാഹം കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, വികാരം അടക്കി പിടിച്ച് ജീവിക്കണമെന്ന് ആരും എവിടെയും പറയുന്നില്ല. വിവാഹം കഴിച്ചോട്ടെ, പക്ഷേ എല്ലാ സ്ത്രീകളെയും ആ ഒരു ഗണത്തിൽ പെടുത്തിയത് എന്തോ എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊന്നുമില്ല. എത്രയോ ആളുകൾ ഭർത്താവ് മരിച്ചിട്ട് മക്കളെ നോക്കിയിട്ട് എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നിന്നെ പോലെ വികാരം ഇതായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളെയും ഒന്നടങ്കം ഇങ്ങനെ പറഞ്ഞ് അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഞാൻ അതോടുകൂടി അവസാനിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും ഒന്നടങ്കം ഇതാക്കുന്ന പോലെ വികാരം അടക്കി പിടിച്ച് ജീവിക്കണോ? ആരും അങ്ങനെ പറയുന്നില്ല. നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാം. എന്തായാലും ഭർത്താവ് മരിച്ച 1 വർഷം പോലും നിനക്ക് വികാരം അടക്കി പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. എന്തായാലും അത് കുറച്ച് കൂടുതൽ തന്നെയാണ്. എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കണം. ശരി, അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇതൊന്നും വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു കൂവേണ്ട കാര്യമില്ലല്ലോ. ഇത് നിന്റെ വില നീ തന്നെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ തലയിൽ കയറി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് നിനക്കാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് വരുന്നത്. നിനക്ക് 12 അല്ലെങ്കിൽ 15 വയസ്സായ ഒരു മോനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ മോനൊക്കെ എന്തായാലും യൂട്യൂബൊക്കെ തുറക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമല്ലേ? അപ്പോൾ കുറേ കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആ മക്കളെ കാണുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന്. അപ്പോൾ ഇവള് തന്നെ വന്ന് സ്വയം ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ പറയുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലേ? ഇവളാണ് ഇവളുടെ വില കളയുന്നത്, അല്ലാതെ റിയാക്ഷൻ ചെയ്യുന്നവരല്ല ഇതൊന്നും എടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അല്ല ഇതൊന്നും ചെയ്യുകയും ചെയ്യുന്നത്. ഇവൾ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ വീഡിയോസിലും ഇവളുടെ വില തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മക്കളും യൂട്യൂബെല്ലാം നോക്കുന്നതാണ്, ഫോൺ നോക്കുന്നതാണ്. അവർ ഇതൊക്കെ കാണില്ലേ? അപ്പോൾ ഒന്നും ആ മക്കൾക്ക് പ്രശ്നം വരില്ലേ? റിയാക്ഷൻ ചെയ്യുന്നവർ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് ആ മക്കൾക്ക് പ്രശ്നം വരുള്ളൂ. അല്ല, ഈ കമൻറ്റ് ഇടുന്നവർ അതും കൂടെ ഒന്ന് പറഞ്ഞതാണ്. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങൾ വരില്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതുള്ള കമൻറ്റുകൾ വന്നവരോട് എനിക്കിതാണ് ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെയാണ് വികാരം അടക്കി
അടക്കി പിടിക്കാൻ പറ്റില്ല, ഹോർമോൺ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഒരു മീഡിയ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് വന്ന് പറയുന്നത്? ഒരു ഭർത്താവ് മരിച്ച 1 വർഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പെണ്ണിൻ്റെ ഇത് അപ്പോൾ എത്ര ഉണ്ടെന്നുള്ളത് ഈ ഒരു ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്ക് മാത്രം ഇതായിട്ടുള്ള പെണ്ണാണെന്നുള്ളത് എന്താ പറയുക, റംലു എന്ന് പറയുന്ന ആ പെണ്ണ് ആ സ്ത്രീ പറഞ്ഞത് കുറച്ചൊക്കെ സത്യമാണെന്നുള്ളത് ഇതിന്ന് ഇങ്ങനെ തെളിയാണ്. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും തോറും ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. നീ പറയുന്ന വാക്കുകൾ നിനക്ക് തന്നെ ദോഷമായിട്ട് വരികയാണ്. നീയാണ് ആളുകൾക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് നീയാണ് ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതടുത്ത് അവർ ചെയ്യും. ഞാൻ ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം, ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് 1-2 വീഡിയോസ് കമൻറ്റുകൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഒരിക്കലും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും കണ്ടിട്ട് എനിക്ക് കേട്ടിട്ട് നിൽക്കാൻ വയ്യ. അതുപോലെ തന്നെ എനിക്കെതിരായിട്ട് പലതും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഷാജിദ എന്തായാലും ഈ ഒരു ഗണത്തിൽ പെടുത്തണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഷാജിദ ഇനിയെങ്കിലും പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയുക. എനിക്ക് ഇത്ര മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.